ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ പോകണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടൊന്ന് ഒരുക്കി വെക്കണം, പിന്നെ വന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ നീറ്റു ചായക്കാൻ വെള്ളം വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്തായാലും എന്നും എന്നത്തെ പോലെ തന്നെ ചായക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ആട്ടപ്പൊടി കൊണ്ട് പുട്ടാണ്, ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉതിർത്തി വന്നപ്പോഴേക്ക് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ പുട്ട് ഉതിർത്തി അങ്ങനെ കട്ട ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെന്തായാലും ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് നല്ല പുട്ടുപൊടി പോലെ തന്നെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മിക്സിയിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ തലേന്ന് കടല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേതായാലും ഒന്ന് കഴുകി ഊറ്റി പിന്നെ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഞാൻ വലിയ കുക്കറിൽ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ, കുറുവരിയാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിരുന്നിരിക്കുമ്പോഴേക്ക് സമയം വൈകും. അപ്പോൾ അത് കരുതിയിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പുട്ടുപാനി വെച്ച് കൊടുത്തു. അപ്പോൾ വേഗം തന്നെ തേങ്ങയും ചിരകിയെടുത്ത് വേഗം പുട്ടുണ്ടാക്കാനും ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കടലക്കറി ആയപ്പോൾ തൊട്ടടുപ്പത്തും കുടുക്കയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, ഉമ്മാക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഉമ്മാക്ക് ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉമ്മ കുളിക്കാൻ ഇത് വേണമെന്ന് പറഞ്ഞു ഉമ്മാൻ്റെ വീട്ടിൽ പോവുകയാണ്. അങ്ങനെ അതൊക്കെ അതിൻ്റെ ഇടയിൽ പുട്ടും ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും ഉപ്പേരിക്കുള്ളത് നുറുക്കി വെക്കാം. അതാവും പോയി വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് അപ്പം അമരക്ക് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ അതേതായാലും അത് നുറുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ലൈസുവിനോട് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അംഗൻവാടിക്ക് കൊണ്ടാക്കൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓനോട് ഞാൻ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാതും നുറുക്കി റെഡിയാക്കുന്നുണ്ട്. പിന്നെ കറി വെണ്ടയ്ക്കയാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ളത് നമുക്ക് ഏകദേശം ഒന്ന് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആയതിനു ശേഷം വേഗം ഞാൻ ചായയും പുട്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കപ്പിലുള്ളത് ഹോർലിക്സ് ആണ്, ഐസൂന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, മൊത്തത്തിൽ ഞാൻ കൊടുക്കാനല്ല. അങ്ങനെ അത് വേഗം ഓനെയും ഒരുക്കി കൊടുത്തിട്ട് ഐസൂനെ ഒരുക്കി ഞാനും ഡോക്ടറെ അടുത്ത് പോകാൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ